ചതിയൻ പിശാചുക്കളുണ്ട്. അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മളെ ചതിക്കണേന്ന് അറിയാൻ പാടില്ല. ചില പൈസ പിന്നതാണ് ഒരു 10,000 രൂപ ഇങ്ങോട്ട് കാട്ടെ, നാളെ തിരിച്ച് തന്നേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ നാളെ ചെന്ന് കഴിയുമ്പോൾ 10 തെറി പറയും. അവനത് കൊണ്ടുപോയി കുടിച്ചിട്ടുണ്ടാവും, കുടിച്ച് പൂസാക്കി തവിടുകൂടിയാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ചതിയൻ പിശാചുക്കളെ നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിലും വേറൊരുത്തൻ്റെ പൈസ കൊണ്ട് നമ്മൾ ജീവിക്കരുത്, നമ്മൾ സൂഹിക്കാൻ പോകരുത്. നിവൃത്തിയുള്ളിടത്തോളം കടം വാങ്ങരുത്, കടം കൊടുക്കരുത്. കടം കൊടുത്താൽ ചിലപ്പോൾ തെറിയരുത്. കടം വാങ്ങിയാൽ നമ്മൾ അവൻ്റെ പിടിയിലാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ നമ്മളൊരു ജീവിത ശൈലി സൂക്ഷിക്കുന്നത് നല്ലതാണ്. കിട്ടുന്ന പൈസ കൊണ്ട് ചിലവഴിക്കാനും സമാധാനമായിട്ട് ചിലവഴിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് നല്ലതാണ്. ഈ പല വിധത്തിലും നമ്മളെ ചതിക്കാം. സാമ്പത്തിക മേഖലയിൽ ചതിക്കാം, അല്ലെങ്കിൽ ജോലി തട്ടിപ്പിൽ ചതിക്കാം, അല്ലെങ്കിൽ നമ്മളെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ചതിക്കാം, നിധി കണ്ടെടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി ചതിക്കാം, ഏതെങ്കിലും തെറ്റായ പഠനത്തിൽ മന്ത്രവാദത്തിൻ്റെ തലം ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ചതിക്കാം, അല്ലെങ്കിൽ പിന്നെ എന്നതാണ് പിശാചുക്കളെ ആരാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പൈസ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ചതിക്കാം. കുടം, സ്വർണത്തിൻ്റെ കുടം അടിയിൽ കിടപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ചതിക്കാം. ഇങ്ങനെ പല വിധത്തിലുള്ള ചതികളുണ്ട്. അപ്പോൾ ഇതിലൊന്നും പെടാതിരിക്കാനുള്ള പാവരം പ്രാർത്ഥിക്കാൻ. കർത്താവേ, ചതിയൻ പിശാചിൽ ഞങ്ങളെ രക്ഷിക്കണമേ, സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.